ക്രമാതീതമായി ചൂട് വർദ്ധിച്ചതോടെ ഗാർഹിക വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളും വൈദ്യുതി ഉപഭോഗത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയേ തീരൂ. അല്ലാത്തപക്ഷം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയായിരിക്കും ഫലം. അനുദിനം നമുക്ക് അന്തരീക്ഷ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾ അവലംബിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകം പറയുന്നത്. നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത് മറ്റൊരു സ്വിച്ച് ഓൺ പൊസിഷനിലിരിക്കുന്നത് ഓഫ് ചെയ്യാം, അതായത് ലോഡ് കുറയ്ക്കാം. ആവശ്യത്തിനുള്ളതായ ലോഡ് പരിമിതപ്പെടുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കേരള വൈദ്യുതി ബോർഡ് ഇപ്പോൾ വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രതിസന്ധി നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങിച്ച് വലിയ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് നമുക്കിവിടെ വിതരണം ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വൈദ്യുതി ലൈനിലൂടെയും ട്രാൻസ്ഫോർമറിലൂടെയും പാസ് ചെയ്യുമ്പോൾ ഓവർലോഡായി മാറിയിരിക്കുകയാണ്. എ സി ഉള്ളവർ എ സി ഉപയോഗിക്കുന്നു, ഫാനുള്ളവർ ഫാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെയെല്ലാം പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ 6 മുതൽ 10 വരെയുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ഉഷ്ണത്തിലിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ പോലും നമ്മളതിനെ ക്രമീകരിക്കാം. ആ ക്രമീകരണം നടന്നാൽ മാത്രമേ നമ്മുടെ നാടിന് വൈദ്യുതിയുടെ ഒരു ഉപയോഗം ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. മാത്രമല്ല എ സി പോലുള്ളത് പീക്ക് അവറിൽ ഉപയോഗിക്കാതിരിക്കുക, വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി എന്നിവ ഉപയോഗം നമ്മൾ പകൽ സമയത്താക്കുക. ഇതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ലോഡ് ട്രാൻസ്ഫോമറിലായാലും ലൈനിലുള്ളതായാലും ലോഡ് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഇതേ സമയം നമ്മുടെ ഉപഭോക്താക്കൾ അവലംബിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെർട്ടറുള്ള വീടുകളുണ്ടാവും. ഈ ഇൻവെർട്ടറുള്ള വീടുകളുള്ളവർ മിക്കവാറും കറണ്ട് പോയാലേ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 6 മുതൽ 10 വരെ എന്ന് പറയുന്ന സമയം, നമ്മൾ കിടക്കാൻ പോകുന്ന സമയം വരെ, സന്ധ്യ മുതൽ കിടക്കാൻ പോകുന്ന സമയം വരെയുള്ളത് നമ്മൾ ഇൻവെർട്ടർ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജായി നിൽക്കുന്ന വൈദ്യുതി, അതായത് ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഉപയോഗം നമുക്ക് മീറ്ററിലെ യൂണിറ്റ് വരുന്നതിനെ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല നമുക്കുള്ള ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയുടെ ലൈഫ് കൂടും. ദിനം പ്രതി ചാർജ് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ബാറ്ററിയുടെ ലൈഫ്. അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മുടക്കിയിരിക്കുന്ന പൈസയിൽ നിന്നും ലാഭം കിട്ടാനും കൂടി വഴിയാണ് ഈ ഒരു ഉപാധി പറഞ്ഞത്. ഇസ്തിരി ഇടലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസമാക്കുമ്പോൾ, പ്രത്യേകിച്ച് മിക്ക വീടുകളിലും രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇസ്തിരി ഇടുന്നത്. അത് നമുക്ക് തണുത്ത് കിടക്കുന്ന പെട്ടി ചൂടാവാൻ എടുക്കുന്ന അത്രയും മീറ്ററിൽ യൂണിറ്റ് കറങ്ങും. അതിന് പകരം 1-2 മണിക്കൂർ ഒന്നിച്ച് ചെയ്യേണ്ടി വരുള്ളൂ. ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ 1 യൂണിറ്റോ 2 യൂണിറ്റോ വൈദ്യുതി മാത്രമേ വരുള്ളൂ. രാവിലെ ഇസ്തിരി ഇടുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തർ ഒരു 5-6 പേരുള്ള വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് അയൺ ചെയ്തിട്ടാണ് പോവുക. ഇത് ശരിക്കും വൈദ്യുതിയുടെ ഉപയോഗം കൂട്ടുകയുള്ളൂ. മാത്രം ഇത് ആ കൂടുന്നത് നമുക്ക് ലഘൂകരിക്കാൻ പറ്റും എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. മാത്രമല്ല ഇതിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിനേക്കാൾ കൂടുതലുള്ള ഉപയോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടക്ടറുകളും ട്രാൻസ്ഫോമറുകളെല്ലാം ഓവർലോഡാണെന്ന് പറയുന്നത്. ദിനംപ്രതി പത്രങ്ങൾ വായിക്കുന്നുണ്ടാവും. ഇപ്പോൾ വൈദ്യുതി ബോർഡിലെ എല്ലാ ജീവനക്കാരും തന്നെ ഇതേപോലെ എല്ലാവരോടും ഈ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിമ സ്റ്റാറുകളും ഒക്കെ ഇതേ രീതിയിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ബോർഡിനെ നമുക്ക് ഇന്നത്തെ നിലയിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ ഓവർലോഡ് കൺട്രോൾ ചെയ്യുന്നതിനും ഇന്നത്തെ വൈദ്യുതി ലാഭിക്കൽ നാളേക്ക് നമുക്ക് മാറ്റിവെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ചരിത്രം കുറിച്ച ഉപയോഗമാണ് നമുക്കിപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 5300 മെഗാവാട്ട് നമുക്ക് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇനിയും കൂടാനാണ് സാധ്യത, ചൂട് കൂടുന്നത്. അതിലും നമുക്ക് ഇതോടൊപ്പം കൈകോർത്ത് ഒറ്റക്കെട്ടായി ഇതിനെ നമ്മൾ നേരിടുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഒറ്റ ഉപാധി. അത് നമ്മൾ അവലംബിച്ച് ഓരോ വീട്ടുകാരും വീട്ടിലെ ഓരോ മെമ്പർമാരും ഇതിനു വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രത്യേകം പറയാനുള്ളത്. അതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം അത്രയും പരിമിതപ്പെടുത്തി ഉപയോഗിക്കുക. അതാണ് ഒരു കുട്ടിയായാലും വീട്ടിലെ ആര് തന്നെ ആയിരുന്നാലും ശ്രമിച്ചു വരേണ്ടത് എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അതിനായി നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം.